സൂപ്പർ കപ്പിലെ തങ്ങളുടെ ആദ്യ മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സിന് വിജയത്തുടക്കം. ഐ ലീഗ് ക്ലബായ രാജസ്ഥാൻ യുണൈറ്റഡിനെ മറുപടിയില്ലാത്ത ഒരു ഗോളിനാണ് ബ്ലാസ്റ്റേഴ്സ് തോൽപ്പിച്ചത്. ബ്ലാസ്റ്റേഴ്സിന്റെ പുതിയ വിദേശ താരം കോൾ ദ ഒബിയേറ്റയാണ് മത്സരത്തിലെ ഏക ഗോൾ നേടിയത്. മത്സരത്തിന്റെ ആദ്യ പകുതി ഗോൾ രഹിതമായിരുന്നു. 52ാമത്തെ മിനിറ്റിൽ രാജസ്ഥാൻ യുണൈറ്റഡിന്റെ ഗുർസിമ്രത്ത് റെഡ് കാർഡ് കെട്ടി പുറത്തു പോവുകയും ചെയ്തിരുന്നു. പിന്നീട് 10 പേരുമായിട്ടാണ് അവർ മത്സരം പൂർത്തിയാക്കിയത്. സമനിലയിലേക്ക് നീങ്ങുമെന്ന് തോന്നിച്ച മത്സരത്തിന്റെ 87ാം മിനിറ്റിലാണ് കോൾ ദ ഒബിയേറ്റയുടെ ഗോൾ വരുന്നത്. കിടിലൻ ഒരു ഹെഡറിൽ നിന്നുമായിരുന്നു അദ്ദേഹത്തിന്റെ ഗോൾ. വലിയൊരു പെർഫോമൻസ് ഒന്നുമല്ല ബ്ലാസ്റ്റേഴ്സിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. എന്നാലും ചില മികച്ച നീക്കങ്ങളൊക്കെ ബ്ലാസ്റ്റേഴ്സ് നടത്തുകയും ഗോൾ നേടാനുള്ള അവസരങ്ങളൊക്കെ കിട്ടുകയും ചെയ്തിരുന്നു. കോൾ ദ ഒബിയേറ്റയുടെ ഗോളിയെ കബളിപ്പിച്ചുകൊണ്ടുള്ള ഒരു ഷോട്ട് രാജസ്ഥാന്റെ താരം ഗോൾ ലൈൻ സേവ് നടത്തുന്ന ഒരു കാഴ്ച കണ്ടു. നോറ ഫെർണാണ്ടസ് ഒരു കിടിലൻ സേവ് നടത്തുകയും ചെയ്തു. ഡാനിഷ് ഫറൂഖിന്റെ ഒരു ഹെഡർ ഗോൾ പോസ്റ്റിൽ തട്ടി പുറത്തു പോകുന്ന കാഴ്ചയും കണ്ടു. അങ്ങനെ മികച്ച ചില നീക്കങ്ങളൊക്കെ മത്സരത്തിൽ ഉണ്ടായിരുന്നു. ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ആദ്യ 11-ൽ നോറ ഫെർണാണ്ടസ്, ഇവാൻ റോഡ്രിഗസ്, വികാസ് ഷിംനം, മുഹമ്മദ് സഹീഫ്, സന്ദീപ് സിംഗ്, വിപിൻ മോഹനൻ, ഡാനിഷ് ഫറൂഖ്, അഡ്രിയാൻ ലൂണ, നിഹാൻ സുധീഷ്, കോറു സിംഗ്, കോൾ ദ ഒബിയേറ്റ എന്നിവരൊക്കെ ആദ്യ 11-ൽ ഇറങ്ങിയപ്പോൾ അമാവിയ ഫ്രെഡി, നോ സദോയി, അമീർ അനവാഡ് എന്നിവരൊക്കെ പകരക്കാരായിട്ടും കളത്തിലിറങ്ങി. ഹൈദരാബാദുമായിട്ടാണ് ബ്ലാസ്റ്റേഴ്സിന്റെ അടുത്ത മത്സരം നവംബർ 3-ാം തീയതി.